നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വട്ടക്കണ്ണിപ്പാറയിൽ വാഹനാപകടം, നിരവധി പേർക്ക് പരിക്ക്. തമിഴ്നാട് ചെന്നൈയിൽ നിന്നും മൂന്നാറിലേക്ക് പോവുകയായിരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കടുത്ത പ്രതിസന്ധിയിൽ ഏലം കർഷകർ. മൊത്തക്കച്ചവടക്കാരുടെ ലാഭക്കൊതിയിൽ ചെറുകിട കച്ചവടക്കാർ പലപ്പോഴും കടകൾ അടച്ചിടുന്ന സാഹചര്യമെന്നും വിളവെടുപ്പ് സമയത്ത് വില കുറയ്ക്കാൻ ഗൂഢനീക്കമെന്നും കർഷകരുടെ ആരോപണം. ഓൺലൈൻ മദ്യവിൽപ്പന നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി KCBC ഇടുക്കി രൂപത മദ്യവിരുദ്ധ സമിതി. വീട്ടുപടിക്കൽ ലഹരി എത്തിക്കുകയെന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും സമിതി കുറ്റപ്പെടുത്തുന്നു. ഏറെ വിവാദങ്ങൾക്കും കോടതി വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയ ചിന്നക്കനാലിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ചിന്നക്കനാലിലെ വിലക്കിൽ പുതിയ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. രാജാക്കാട് കുത്തുങ്കലിന് സമീപം വട്ടക്കണ്ണിപ്പാറയിൽ വാഹനാപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ചെന്നൈയിൽ നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയവരുടെ മിനി ബസ്സാണ് കൊടുംവളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട അപകടത്തിൽപ്പെട്ടത്. കുത്തിറക്കമിറങ്ങി വന്ന വാഹനം കൊടുംവളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു മറിയുകയായിരുന്നു. അപകടത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. ഒരാൾക്ക് ഗുരുതരമായ പരിക്കാണ്. പരിക്കേറ്റവരെ രാജാക്കാട്ടിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 കുട്ടികളടക്കം 19 യാത്രക്കാരും ഡ്രൈവറുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ ഡ്രൈവർക്കും പരിക്കേറ്റു. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. അടിമാലിയിൽ നിന്നും നെടുങ്കണ്ടത്തു നിന്നും ഫയർഫോഴ്സും ശാന്തൻപാറ ഉടുമ്പൻചോല പോലീസും സ്ഥലത്തെത്തിയിരുന്നു. 2024 ഏപ്രിൽ 13 ഇതേ വളവിൽ മിനി ബസ് അപകടത്തിൽപ്പെട്ട 10 വയസ്സുകാരിയും അമ്മയും മരണപ്പെട്ടിരുന്നു. സിറ്റിവിഷൻ രാജാക്കാട്. കടുത്ത പ്രതിസന്ധിയിൽ ഏലം കർഷകർ. മൊത്തക്കച്ചവടക്കാരുടെ ലാഭക്കൊതിയിൽ ചെറുകിട കച്ചവടക്കാർ പലപ്പോഴും കടകൾ അടച്ചിടുന്ന സാഹചര്യമെന്നും വിളവെടുപ്പ് സമയത്ത് വില കുറയ്ക്കുന്നതിനുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്നും കർഷകർ ആരോപിക്കുന്നു. കാലവർഷത്തിലുണ്ടായ കൃഷിനാശവും പിന്നീടുള്ള രോഗകീടബാധയും ഇവയെ പ്രതിരോധിക്കുന്നതിനുള്ള കീടനാശിനികളുടെ വിലവർധനവും പ്രതിസന്ധിയിലായി നിലനിൽക്കുന്ന സമയത്താണ് വിലയിടിക്കാനുള്ള മൊത്തക്കച്ചവടക്കാരുടെ നീക്കം. ഏലക്ക വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ ഒരു സ്ഥിതി? ഏലക്കാടിൻ്റെ നിലവിലെ സ്ഥിതി എന്നറിയോ? വേറെ പ്രതീക്ഷയായിരുന്നു ആളുകൾക്ക്. ഈ പ്രാവശ്യം നല്ല വിളവ് കിട്ടും, നല്ല വില കിട്ടും എന്നുള്ളൊരു ധാരണ നിന്നു. കഴിഞ്ഞ ആഴ്ച വരെ 2600, 2700, 2800 വരെ നമ്മൾ കൊടുത്തു. ഒരാഴ്ച കൊണ്ട് 500 രൂപ അടിച്ചു. എന്നാന്നറിയോ, ഇപ്പോൾ ഒരു പീക്ക് ടൈമിൽ വിളവെടുത്തപ്പോൾ ഇവർക്ക് ഓൾറെഡി ഇവരൊരു ക്വാണ്ടിറ്റി ബാലൻസ് ചെയ്തു കച്ചവടക്കാർ. ഇവന്മാർ 10-60 പേര് കൂടി ചവിട്ടി താത്തുമല്ലടാ പിള്ളേ. എന്നിട്ട് സാധാരണ കച്ചവടക്കാരൻ കടയടച്ചിട്ട് കണ്ടം വഴി ഓടും, ഷട്ടർ താത്തും. നിർവാഹമില്ലാത്തതുകൊണ്ട് പൈസ ഇല്ലെന്ന് പറയും. അപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ച് ഭയങ്കര നഷ്ടമല്ലേ. ഇപ്പോൾ എന്നാ ഉണ്ട്, ഈ ഒരു റൗണ്ടും കൂടെ എടുത്ത് കഴിയുമ്പോൾ തീരും. ചെടി കിടക്കണോണ്ട് ഒടിഞ്ഞ് ഏതാണ്ട് മിക്ക പ്രദേശങ്ങളിൽ ഈ കാറ്റ് ബാധിച്ചിട്ടുമുണ്ട്, വിളവിന് നഷ്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഒരു സജീവമായിട്ട് ഇടപെടൽ സർക്കാർ സംബന്ധത്തിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്പൈസ് ബോർഡോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഒന്നും ഇതിൻ്റെ അകത്തൊരു ഇടപെടലില്ലല്ലോ. ഇത് കുറേ കൊത്ത മുതലാളിമാർ തീരുമാനിക്കുന്നു, അവർ വില നിശ്ചയിക്കുന്നു, ഇവിടെ നമ്മൾ വിഷം അടിച്ച് മരിക്കാനും ഇരിക്കുന്നു. ഇതാണ് ഏലത്തിൻ്റെ നിലവിലുള്ള ഒരു ഗതികേട്ടിലേക്ക് ഏറ്റവും നല്ല വിളവെടുപ്പ് സമയം ഇപ്പോൾ നിലവിൽ. ആ സമയത്ത് ഒരാഴ്ച കൊണ്ട് 500 രൂപയുടെ ഗ്യാപ്പ് വരുത്തില്ലേ. നല്ല സാധനത്തിന് നല്ല വില കൊടുക്കട്ടെ, മോശം സാധനത്തിന് മോശം വില ആയിക്കോട്ടെ. പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെടുന്നൊരു വിലയിടിവായ ഇപ്പോൾ ഈ ഉഴം കാണിച്ചു വെച്ചേക്കുന്നത്. അത് ശരിക്കും കർഷക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിൻ്റെ അകത്ത് ഇടപെടണമെന്നേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്. കാരണം നമുക്ക് ഒന്നാമത് ഇത് ഏകവിളയായിപ്പോയി. ഇവിടെ ഇടുക്കി ഉടുമ്പൻചോല താലൂക്കിനെ സംബന്ധിച്ച് ഏകവിളയായിപ്പോയി. ബാക്കിയുള്ള കൃഷിയെല്ലാം നിന്നുപോയില്ലേ, കൊടി അങ്ങനെ പോയി. കപ്പ ഇടില്ല ആളുകൾ. ഇഞ്ചി കൃഷി നഷ്ടമായിട്ട് അത് നിർത്തിക്കളഞ്ഞു, നെല്ല് നിർത്തിക്കളഞ്ഞു. അതൊക്കെ വലിയതായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്. 1. 2, ഇതിനകത്ത് ചെയ്യാവുന്നൊരു സാധ്യത എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പ് പൊട്ടത്തര കാണിക്കുന്നത്. ഈ തൊഴിലുറപ്പ് പണി നിലവിൽ ക്ഷീരമേഖലയ്ക്കും ഈ ഏലം മേഖലയ്ക്കും ഒരു 100 പണി വെച്ചൊരു വീടിന് കൊടുത്താൽ ഇഷ്ടം പോലെ പാലും കൂടെ ഉണ്ടാവും. ഈ ഏലമെല്ലാം നല്ല രീതിയിൽ ആളുകൾ നിലനിർത്തുകയും ചെയ്യും. ഇപ്പോൾ നല്ല പാഴ് പണികളല്ലേ കാണിക്കുന്നത്. ഏതെങ്കിലും പാഴ് സ്ഥലങ്ങൾ പോയി എന്തെങ്കിലും തോണ്ടിക്കൊണ്ടിരിക്കും. ഫലത്തിൽ കർഷകന് വല്ല ഗുണമുണ്ടോ, നാടിന് ഗുണമുണ്ടോ? അപ്പോൾ ആ ഒരു നിലയിൽ ആ തൊഴിലുറപ്പിൻ്റെ ഒരു പണി ഒരു 100 പണി ഏലത്തിന് വെച്ച് കൊടുത്താൽ, ഒരു വീട്ടിൽ 100 പണി കൊടുത്താൽ മതി, അത്ര ഈ കൃഷി നിലനിർത്തിക്കൊണ്ട് പോകും. ഓൺലൈൻ മദ്യവിൽപ്പന നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി KCBC ഇടുക്കി രൂപത മദ്യവിരുദ്ധ സമിതി. സർക്കാർ നീക്കങ്ങൾ ജനദ്രോഹപരമാണെന്നും ഓരോ മദ്യവിന്റെയും വീട്ടുപടിക്കൽ ലഹരി എത്തിക്കുകയെന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും സമിതി കുറ്റപ്പെടുത്തുന്നു.
മദ്യവർജനമാണ് തങ്ങളുടെ നയമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ അങ്ങേയറ്റം ജനദ്രോഹ മദ്യനയമാണ് സ്വീകരിക്കുന്നതെന്ന് സമിതി കുറ്റപ്പെടുത്തുന്നു. ഈ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ കേവലം 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 700-ന് മുകളിൽ ബാറുകളുണ്ട്. ഇതിനു പുറമെയാണ് ഓൺലൈൻ മദ്യവ്യാപാരത്തിന് പദ്ധതിയിടുന്നത്. മദ്യാസക്തരോടൊപ്പമാണ് ഈ സർക്കാർ എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കേവലം 29 ബാറുകൾ മാത്രം ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇന്ന് 700-ലേറെ ബാറുകളും അതിൽ ഏറെ വിദേശ മദ്യശാലകളും കൊണ്ട് കേരളം അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. കേരളത്തെ മദ്യപ്രളയത്തിലാഴ്ത്തുന്ന ഒരു നയമാണ്. ഇപ്പോൾ ഇത് വീണ്ടും ഓൺലൈൻ മദ്യവ്യാപാരത്തിനായിട്ട് ബെവ്കോ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഓൺലൈൻ മദ്യവ്യാപാരം എന്ന് പറഞ്ഞാൽ ഓരോ മദ്യാസക്തൻ്റെയും വീട്ടുപടിക്കൽ മദ്യം എത്തിച്ചു കൊടുക്കുക. ചിന്തിക്കണം. വിമുക്തി പോലുള്ള ലഹരിവിരുദ്ധ പരിപാടികൾ കേവലം തട്ടിപ്പ് മാത്രമല്ലേ എന്നും മദ്യവിരുദ്ധ സമിതി ചോദിക്കുന്നു. രൂപതയിൽ സർക്കാർ മദ്യനയത്തിൽ പ്രതിഷേധിച്ചുള്ള സമരങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും KCBC മദ്യവിരുദ്ധ സമിതി രൂപത ഡയറക്ടർ ഫാദർ തോമസ് വലിയമംഗലം, പ്രസിഡന്റ് സിൽബി ചുനയമാക്കൽ, ജനറൽ സെക്രട്ടറി റോജസ് M ജോർജ് തുടങ്ങിയവർ പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഏറെ വിവാദങ്ങൾക്കും കോടതി വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയ ചിന്നക്കനാലിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ചിന്നക്കനാലിൽ വിലക്കിൽ സിംഗുകണ്ടം റൂട്ടിൽ പുതിയ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചു. ശുചിത്വ മിഷനിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഖരജൈവ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയും. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ചിന്നക്കനാലിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിന്നിരുന്നത് മാലിന്യ പ്രശ്നമായിരുന്നു. മാലിന്യ സംസ്കരണത്തിന് വേണ്ട സംവിധാനമില്ലാതെ വേസ്റ്റ് കുഴി ഭാഗത്തെ വലിയ കുഴിയിലായിരുന്നു മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നത്. ഇവിടെ നിന്നും ആന മാലിന്യം ഭക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും ഇതിൽ കോടതിയുടെ വിമർശനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പദ്ധതിയുമായി രംഗത്തെത്തിയെങ്കിലും സ്ഥലം ലഭിച്ചിരുന്നില്ല. സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് റവന്യൂ വകുപ്പിനെ സമീപിക്കുകയും തുടർന്ന് വിലക്കിൽ 1 ഏക്കർ സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകുകയുമായിരുന്നു. നിലവിൽ മറ്റു നടപടികൾ പൂർത്തീകരിച്ച് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. തീർച്ചയായിട്ടും 2 വർഷമായി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് 20 ലക്ഷം രൂപയുടെ ബിൽഡിങ് നമുക്ക് കിട്ടിയ സ്ഥലത്ത് നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ചിന്നക്കനാൽ പഞ്ചായത്തിൻ്റെ ഒരു മാലിന്യത്തിൻ്റെ പ്രശ്നം നമുക്ക് ഈ പ്ലാന്റ് വന്നതോടുകൂടി നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച പ്ലാന്റിൽ നിന്നും ജൈവവളം ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ഉപയോഗിക്കുവാനും കഴിയും. കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചു മാറ്റുന്നതിന് വേണ്ട സംവിധാനം പ്ലാന്റിൽ ഉണ്ടാകും. 1 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. പ്ലാന്റിനോടൊപ്പം യോഗങ്ങൾ ചേരുന്നതിനടക്കം ഉപയോഗിക്കുവാൻ കഴിയുന്ന തരത്തിൽ വലിയ ഹാളും ഒപ്പം മാലിന്യ സംസ്കരണം സംബന്ധിച്ച് പുറത്തുനിന്നുള്ളവർക്ക് നേരിട്ടെത്തി കാണുന്നതിനും പഠിക്കുന്നതിനും അവസരമൊരുക്കുവാനും പ്ലാന്റ് പൂർത്തിയാകുന്നതോടെ കഴിയുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. രാജാക്കാടിന് സമീപം കൊച്ചുമല്ലക്കാനത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷയ്ക്ക് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു. വിമലപുരം ചുഴിക്കരയിൽ രാജേഷിന്റെ ഓട്ടോറിക്ഷയാണ് കത്തി നശിച്ചത്. സമീപവാസിയുടെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയാണ് രാത്രിയിലെത്തിയ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. കൊച്ചുമുല്ലക്കാനം കവലയിലെ ഓട്ടോ തൊഴിലാളിയാണ് രാജേഷ്. രാജേഷിന്റെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷ പോകില്ലാത്തതിനാൽ അയൽവാസിയുടെ വീട്ടുമുറ്റത്താണ് ഓട്ടം കഴിഞ്ഞെത്തുമ്പോൾ നിർത്തിയിടാറ്. ചൊവ്വാഴ്ച രാത്രി 12-ന് ശേഷമാണ് സംഭവം നടന്നത്. 12-ന് ശേഷം പ്രദേശത്ത് കറണ്ട് പോയ സമയത്താണ് ഓട്ടോറിക്ഷയ്ക്ക് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഇദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ഓട്ടോറിക്ഷയും തീയിട്ട് നശിപ്പിച്ചിരുന്നു. അതിന്റെ പ്രതികളെ നാളിതുവരെയായിട്ടും കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടില്ല. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മതിയായ നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും 8000 രൂപ മാത്രമാണ് അന്ന് ലഭിച്ചത്. ഇതിനുശേഷം ഉടമസ്ഥനായ രാജേഷ് CCTV ക്യാമറ വാങ്ങി സ്ഥാപിച്ചിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ ലഭിക്കുവാനുള്ള കാര്യങ്ങളും ചെയ്തിരുന്നു. എന്നാൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്നവരും കറണ്ട് പോയ സമയത്ത് ഇതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കില്ല എന്ന ഉറപ്പുള്ള ആരവാണ് ഓട്ടോയ്ക്ക് തീയിട്ടതെന്നും സംശയങ്ങളുണ്ടെന്ന് ഉടമ പറയുന്നു. എൻ്റെ സമീപവാസിയുടെ വീടിൻ്റെ സമീപത്ത് കൊണ്ട് പാർക്ക് ചെയ്യുകയും വീട്ടിൽ കയറി പോവുകയും ചെയ്യാൻ. എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരം ആയതുകൊണ്ട് സമീപവാസിയുടെ വീട്ടിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. രാത്രി 1 മണിക്ക് ശേഷം ഈ ചേച്ചി വിളിച്ച് പറയുമ്പോൾ എൻ്റെ വണ്ടി പൂർണ്ണമായും കത്തി നശിച്ച് പോയിട്ടുള്ളതാണ്. കഴിഞ്ഞത് ഒരു 9 മാസം മുമ്പ് ഇത് സമാന സംഭവം ഉണ്ടാകുകയും രായക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ള കേസെടുക്കുകയും അത് തുടർ നടപടികളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെയായിട്ടും അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇത് 2ാമത്തെ തവണയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ വീട്ടിലെ സമീപവാസിയായ ചേച്ചിക്കും 2 കുഞ്ഞുങ്ങൾക്കും വരെ അപകടമാകുന്ന രീതിയിലാണ് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. തീപിടുത്തത്തെ തുടർന്ന് ഭയങ്കരമായ ശബ്ദമുണ്ടാവുകയും വീടിന്റെ ജനലുകൾ പൊട്ടുകയും ചെയ്തു. ബൾബുകളും നശിച്ചിട്ടുണ്ട്. ശബ്ദം കേട്ടുണർന്ന വീട്ടമ്മയാണ് വാഹന ഉടമയെ വിളിച്ചറിയിച്ചത്. ഉടമ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഓട്ടോറിക്ഷ പൂർണ്ണമായി കത്തി നശിച്ചു.
നനയാതിരിക്കുന്നതിനായി വലിച്ചു കെട്ടിയിരുന്ന ടാർപ്പയും കത്തിനശിച്ചിട്ടുണ്ട്. ഉടമ രാജാക്കാട് പോലീസിൽ പരാതി നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. ആനച്ചാലിൽ തീപിടുത്തത്തിൽ ഫർണിച്ചർ സ്ഥാപനം പൂർണ്ണമായി കത്തിനശിച്ച സംഭവത്തിൽ സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര സർക്കാർ സഹായം ലഭ്യമാക്കണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. ഫർണിച്ചറുകൾക്കൊപ്പം കെട്ടിടം തന്നെ ഉപയോഗശൂന്യമായ നിലയിൽ കത്തിച്ചാമ്പലായി. ദാരുണമായ സംഭവമാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ ആനച്ചാലിൽ പറഞ്ഞു. കാടായം വർക്കിയുടെ ഉടമസ്ഥതയിലുള്ള മോഡേൺ ഫർണിച്ചർ മാറ്റുന്ന വ്യാപാര സ്ഥാപനമാണ് ഇന്നലെ പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. വ്യാപാര സ്ഥാപനത്തിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾക്കൊപ്പം സ്ഥാപനം തന്നെ കത്തിച്ചാമ്പലായ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര സർക്കാർ സഹായം ലഭ്യമാക്കണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1.5 കോടിയോളം രൂപയുടെ ഫർണിച്ചർ മാത്രം വ്യാപാര സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നുവെന്നും ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ആനച്ചാലിൽ പറഞ്ഞു. വ്യാപാര മേഖലയിൽ ഉണ്ടാകുന്ന കനത്ത നാശനഷ്ടങ്ങൾ ഒരു പാവപ്പെട്ട വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരു നല്ല തുക സഹായധനമായി അനുവദിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇൻഷുറൻസ് പോലും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അടിയന്തര സഹായമായിട്ട് ഈ കാര്യത്തിൽ ഒരു തുക അനുവദിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. അതിന് ഈ പ്രദേശത്തെ MLA അടക്കമുള്ള MP അടക്കമുള്ള ആളുകൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ ഗവൺമെൻറ്റിൽ ചെലുത്തണം എന്നും ഈ സന്ദർഭത്തിൽ ഏകോപന സമിതി. ആനച്ചാൽ ടൗണിൽ അടിമാലി റോഡരികിലാണ് ഫർണിച്ചർ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത്. 3 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫർണിച്ചർ വിൽപ്പനശാലയിൽ പടർന്ന തീ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞത്. സിറ്റി വിഷൻ, ആനച്ചാൽ. കുമളി ഒകത്തലമേട്ടിൽ സ്ഥാപിച്ച വാച്ച് ടവർ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ചക്കുവെള്ളം പഞ്ചായത്ത് ഒട്ടകത്തലമേട്ടിൽ സ്ഥാപിച്ച വാച്ച് ടവർ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറി. കൃത്യമായി അറ്റകുറ്റപ്പണികളോ മറ്റ് സംരക്ഷണ മാർഗങ്ങളോ സ്വീകരിക്കാത്തതിനാൽ വാച്ച് ടവർ നാശത്തിന്റെ വക്കിലാണ്. വാച്ച് ടവറിന് ചുറ്റുമുണ്ടായിരുന്ന സംരക്ഷണ വേലിയെ ആക്രി കച്ചവടക്കാർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതായും പരാതി ഉയരുന്നുണ്ട്. 2014 അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാറാണ് വാച്ച് ടവറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്നത്തെ UDF ഭരണസമിതിയാണ് ചക്കുവള്ളം പഞ്ചായത്തിലെ ടൂറിസം വികസനത്തിന് നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്തിരുന്നു. അതിനോടനുബന്ധിച്ചാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ പഞ്ചായത്ത് വാച്ച് ടവർ നിർമ്മിച്ചത്. എന്നാൽ തുടർന്ന് വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയോ വാച്ച് ടവറിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. തേക്കടിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ ഏറിയ പങ്കും ആളുകളും കടന്നു വരുന്ന ഒരു സ്ഥലമാണ് ഒട്ടോത്തലമേട്ടിലെ ഈ വാച്ച് ടവർ. എന്നാൽ ഇത് 2014 നിർമ്മിച്ചത്. അതിനുശേഷം യാതൊരുവിധ മെയിൻ്റനൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനു ചുറ്റും കാട് പിടിച്ച അവസ്ഥയാണ്. അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വാച്ച് ടവറിൻ്റെ സംരക്ഷണ വേലികൾ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് വരുന്ന സഞ്ചാരികൾ വളരെ ഭയത്തോടെയാണ് ഇതിൻ്റെ മേൽ. സാമൂഹ്യ വിരുദ്ധ ശല്യം മൂലം സഞ്ചാരികൾ ഇവിടേക്ക് വരുന്നതും കുറഞ്ഞു. ജില്ലയിലെ ടൂറിസം വികസന ഭൂപടത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒട്ടകത്തലമേട്ടിലെ വാച്ച് ടവർ DTPC ഏറ്റെടുത്ത് സംരക്ഷിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, കുമളി. 5ാമത് ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനത്തിന്റെ അവലോകന യോഗം നടന്നു. രാജാക്കാട് ദിവ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 5 ഉച്ചകഴിഞ്ഞ് 3 അടിമാലി സെന്റ് ജൂഡ് പള്ളിയങ്കണത്തിൽ നിന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ മരിയൻ തീർത്ഥാടനം ആരംഭിച്ച വെള്ളത്തുവൽ പന്നിയാറുകൂട്ടി വഴി രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ സമാപിക്കും. 6-ാം തീയതി രാവിലെ 9:30 രാജാക്കാട് പള്ളിയിൽ നിന്നും രാജകുമാരി ദൈവമാതാ പള്ളിയിലേക്ക് തീർത്ഥാടനം നടത്തും. മരിയൻ തീർത്ഥാടനത്തിന്റെ വിജയത്തിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ രക്ഷാധികാരിയായ വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി. അവലോകന യോഗത്തിൽ രൂപതയിലെ 8 ഫെറോനകളിൽ നിന്നുള്ള വൈദികരും ആത്മായ പ്രതിനിധികളും പങ്കെടുത്തു. ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പാപങ്ങളെയും പശ്ചാത്തലിക്കാനും ദൈവസന്നിധിയെ നമ്മുടെ നാടിനെയും നമ്മുടെ സഭയെയും നമ്മുടെ രൂപതയെയും നമുക്ക് പ്രാർത്ഥിക്കാനെല്ലാം തീർത്ഥാടനം നമ്മളെ സഹായിക്കും.
ഞാൻ എല്ലാവർക്കും പറയുന്ന ഒരു തീർത്ഥാടനമാണ് യാക്കോബിൻ്റെ വഴി. അത് കിലോമീറ്ററുകൾ നീണ്ട ഒരു തീർത്ഥാടനമാണ്. ചിലപ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ ആളുകൾ നടക്കാറുണ്ട്. അത് യൂറോപ്പിലാണ്. സ്പെയിനിലെ വിശുദ്ധ യാക്കോബിൻ്റെ കബറിടത്തിലേക്ക് നടക്കുന്നതാണ്. ചിലർ നടന്നു നടന്നത് റഷ്യയിൽ നിന്നൊക്കെ. അങ്ങനെ നടന്നു തുടങ്ങുമ്പോൾ അവർ മാസങ്ങളെടുത്താണ് യാക്കോബിൻ്റെ ഈ കബറിടത്തെത്തുന്നത്. അത് മധ്യകാലത്ത് ആരംഭിച്ച തീർത്ഥാടനമാണ് ഇപ്പോൾ തുടരുന്നത്. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കർ, മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ്, മോൺസിഞ്ഞോർ ജോസ് നരിതൂക്കിൽ, രാജാക്കാട് ഫൊറോന വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, ഫാദർ ജോൺ പട്ടത്തേക്കുഴി, ഫാദർ ജോബി മാതാളിക്കുന്നേൽ, ഫാദർ ജോസ് പുതിയാപറമ്പിൽ, ജോർജ് കോയിക്കൽ, ഷാജി ഈഴക്കുന്നേൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാർ ഹെഡ് വർക്ക്സ് ഡാമിന് തൊട്ടു താഴെ നിന്ന് മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നു. 6.80 കോടി രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ 70% ജോലികൾ പൂർത്തീകരിച്ചതായും പാലം പണി പൂർത്തീകരിക്കപ്പെടുന്നതോടെ മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിലൊന്നായി പാലവും അനുബന്ധ റോഡുകളും മാറുമെന്നും അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. മൂന്നാർ പോതമേട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഹെഡ് വർക്ക്സ് അണക്കെട്ടിന് സമീപത്ത് നിന്നും പുതിയൊരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ്. പോതമേട് സ്വദേശികളുടെ പാലത്തിനു വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടാണിപ്പോൾ ഹെഡ് വർക്ക്സ് ഡാമിന് തൊട്ട് താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പോതമേടിന്റെ വിനോദസഞ്ചാര മേഖലകൾക്കുൾപ്പെടെ അത് പ്രയോജനകരമാകും. പാലത്തിന്റെ 70% ജോലികൾ പൂർത്തീകരിച്ചതായും പാലം പണി പൂർത്തീകരിക്കപ്പെടുന്നതോടെ മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിലൊന്നായി പാലവും അനുബന്ധ റോഡുകളും മാറുമെന്നും അഡ്വക്കേറ്റ് രാജ MLA പറഞ്ഞു. ഗവൺമെന്റ് വീണ്ടും 1.25 കോടിയും കൂടെ അനുവദിച്ച് 6.25 കോടിയുടെ ഒരു പുതിയ പാലമാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. ഈ പണി പൂർത്തിയാകുന്നതോടുകൂടി മൂന്നാറിലേക്ക് വരുന്ന നല്ല ഫെസ്റ്റിവൽ സീസണിലെല്ലാം നല്ല തിരക്കുകളാണ്. തിരക്കുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ഹെഡ് വർക്ക്സ് ഡാമിൽ ചെറിയ വണ്ടികൾ മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. ബോധമേട്ടിലേക്ക് പോകുന്ന ആളുകളും അതിനപ്പുറം പോകുന്ന ആളുകളും എസ്റ്റേറ്റ് മേഖലയിലേക്ക് ആ വഴിക്കൂടെ പോകുന്ന ആളുകളുണ്ട്, ചൊക്കനാട്ടിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ചെറിയ പാലത്തിലൂടെ വലിയ വണ്ടികൾ കടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇതിലൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു പാലം പണിതിരിക്കുന്നത്. 6.80 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. നിലവിൽ ഹെഡ് വർക്ക്സ് അണക്കെട്ടിന് മുകളിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ പോതമേട്ടിലേക്ക് ആളുകൾ യാത്ര ചെയ്യുന്നത്. വളരെ ഇടുങ്ങിയ പാലമായതിനാൽ ഇതുവഴി ചെറുവാഹനങ്ങൾ മാത്രമേ കടന്നു പോകുകയുള്ളൂ. ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഗതാഗതക്കുരുക്കിനും ഇടവരുത്തുന്നു. പുതിയ പാലം തീരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. സിറ്റി വിഷൻ, മൂന്നാർ. ഇനിയൊരിടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട,
since 1950. Our shops Kattapana, Cherutoni, Adimali, Nedungandam, Rajakad. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി അപ്സരക്കുന്ന തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപം കൊടുംവളവിലെ അപകട സാധ്യത കുറയ്ക്കാനുള്ള നടപടി വൈകുന്നു. കൊടുംവളവും കുത്തനെയുള്ള കയറ്റവും മൂലം ഇരുചക്ര വാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. കയറ്റവും വളവുമുള്ള ഭാഗത്ത് റോഡിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതും പ്രതിസന്ധിയാണ്. അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി, പീച്ചാട, മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സര കുന്ന തലമാലി റോഡ്. ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യത ഏറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടും വളവും സ്ഥിതി ചെയ്യുന്നത്. ഈ പാതയുടെ പല ഭാഗത്തുനിന്ന് ആളുകൾക്ക് മുമ്പ് വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു. ഇതോടെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. കയറ്റവും വളവുമുള്ള ഭാഗത്തു കൂടി നിർമ്മാണ ജോലികൾ നടത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. റോഡ് അടിമാലിക്ക് എളുപ്പം കുറുക്കുവഴിയായിട്ട് ഇറങ്ങുന്ന റോഡാണ്. ഇത് 2 വളവ് ഇവിടെയുണ്ട്. നേരെ ആക്കിയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒത്തിരി ആക്സിഡൻറ്റുകൾ ഇവിടെ വരുന്നുണ്ട്. വണ്ടികൾ ഒരെണ്ണം വന്നാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒത്തിരി കാലമായിട്ട് ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറുക്ക് ഗൂഗിൾ പേ ഒക്കെ കാണിക്കുന്നതനുസരിച്ച് ഓരോരുത്തർക്ക് ഇത് കയറി വരും. ആ കയറി വന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരും പെടും. ഒരു പ്രാവശ്യം വലിയൊരു വണ്ടി വന്ന് പെട്ടിട്ട് വേറെ ക്രെയിൻ കൊണ്ടെന്നൊക്കെ ഇറങ്ങിക്കൊണ്ട് പോയി. അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കൊടും വളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചിതമില്ലാതെത്തുന്ന ഇരുചക്ര വാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. ഇടയ്ക്ക് വലിയ വാഹനങ്ങളും ഈ വളവിൽ കുരുങ്ങുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. മഴ പെയ്തതോടെ കയറ്റവും വളവുമുള്ള ഭാഗത്ത് റോഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളതും പ്രതിസന്ധിയാണ്. ഈ ഭാഗത്ത് നവീകരണ ജോലികൾ നടത്തുന്നത് ഇനിയും വൈകരുതെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാറിൽ പുഴയിൽ വീണ അയൽ സംസ്ഥാന തൊഴിലാളിയായ യുവാവിനെ സമീപവാസികളും അഗ്നിരക്ഷാസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം നടന്നത്. രാജസ്ഥാൻ സ്വദേശിയായ സുമയാണ് പുഴയിൽ വീണത്. പഴയ മൂന്നാർ മൂലക്കടയ്ക്ക് സമീപത്ത് വെച്ചാണ് അയൽ സംസ്ഥാന തൊഴിലാളിയായ യുവാവ് മുതിരപ്പുഴയിലെ ഒഴുക്കിൽ പതിച്ചത്. പുഴയിലൂടെ ഒഴുകി വരുന്നതിനിടയിൽ ഇയാൾ രക്ഷിക്കുവാനായി ഉറക്കെ അലറി വിളിച്ചു. പുഴയിലൂടെ യുവാവ് ഒഴുകി വരുന്നത് സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവരം അഗ്നിരക്ഷാസേനയെ അറിയിച്ചു. ഒഴുകി വരുന്നതിനിടയിൽ യുവാവ് ചാഞ്ഞുകിടന്നിരുന്ന കാട്ടുപടർപ്പിൽ പിടുത്തം കിട്ടി. ഇതിനിടെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി DTPCയുടെ പെഡൽ ബോട്ടും രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചു. കാട്ടുപടർപ്പിൽ പിടിച്ചു കിടന്നിരുന്ന യുവാവിനെ പിന്നീട് രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. മൂന്നാർ ഫയർഫോഴ്സ് യൂണിറ്റ് സ്റ്റേഷൻ ഓഫീസർ അജയ് കുമാർ, ദിമൻ, രാകേഷ്, അഭിജിത്ത്, സാജൻ, രജിദാസ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പുഴയിൽ നിന്നും യുവാവിനെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചത്. സിറ്റി വിഷൻ, മൂന്നാർ. KSKTU ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ VS അനുസ്മരണവും സംഘടിപ്പിച്ചു. KSKTU ജില്ലാ സെക്രട്ടറി MJ മാത്യു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. KSKTU അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അമരസ്മരണ എന്ന പേരിൽ VS അനുസ്മരണം സംഘടിപ്പിച്ചത്. അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു അനുസ്മരണ യോഗം നടന്നത്. KSKTU ജില്ലാ സെക്രട്ടറി MJ മാത്യു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ പുരോഗമന ആശയങ്ങളോട് വലിയ രൂപത്തിൽ പൊരുത്തപ്പെടുകയും അതുമായി സംവേദിക്കുകയും രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുകയും അതിൻ്റെ കൂടെ ചേർന്ന് അതിലൊന്നായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് VS. 1940 17ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ചേർന്നു. ഏരിയ പ്രസിഡന്റ് L. തോമസ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TK ഷാജി, CPIM ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ, MM കുഞ്ഞുമോൻ, ജഗദമ്മ മോഹനൻ, PB സജീവ, NN വിജയൻ എന്നിവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി.
കുറ്റമറ്റ വോട്ടർ പട്ടിക അട്ടിമറിച്ച ഇലക്ഷൻ കമ്മീഷന്റെ നടപടിയിലും ചോദ്യം ചെയ്ത രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിലും കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കുറുമ്പുറം അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ, ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ്, അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ, ഷാൽ വെട്ടിക്കാട്ടിൽ, C. ശശികുമാർ, CJ ജോണി, PM വർക്കി, ബിജു ഗോപാലൻ, രാജേന്ദ്രൻ മാരിയിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അടിമാലിയിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന ശ്രമങ്ങൾ തുടരുകയാണെന്ന് അഡ്വക്കേറ്റ് എ. രാജ MLA അടിമാലിയിൽ പറഞ്ഞു. പുതുക്കിയ എസ്റ്റിമേറ്റിൻ പ്രകാരം 30 കോടിയോളം രൂപ ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിവരും. കഴിഞ്ഞ ബഡ്ജറ്റിൽ 5 കോടി രൂപ അമ്മയും കുഞ്ഞും ആശുപത്രിക്കായി വകയിരുത്തിയിരുന്നു. പക്ഷേ ഭരണാനുമതി ലഭിച്ചിട്ടില്ല. ഭരണാനുമതി നേടിയെടുക്കുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്കുമുള്ള ശ്രമം നടത്തിവരുന്നുണ്ടെന്നും MLA വ്യക്തമാക്കി. അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ സ്ഥിതി 2013 ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു. കേരളത്തിൽ പല സ്ഥലങ്ങളിലും അമ്മയും കുഞ്ഞും ആശുപത്രി വേണമെന്ന് ഒരു കാഴ്ചപ്പാടോട് കൂടി പറഞ്ഞപ്പോൾ നമുക്കന്ന് അടിമാലിക്കൊരു അമ്മയും കുഞ്ഞും ആശുപത്രി അനുവദിച്ചു. 2013 അനുവദിക്കുന്നു. 2018 5 വർഷമാണ് അതിൻ്റെ കാലാവധി. ASന്റെ കാലാവധി 5 വർഷമാണ്. ഇവിടെ 5 വർഷത്തിനിടയിൽ നമുക്ക് ആരോഗ്യവകുപ്പിന് സ്വന്തമായി സ്ഥലമില്ലാത്ത ഒരു ഭൂമി ആയതുകൊണ്ട്, സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്താണ് സ്ഥലം വിട്ട് നൽകിയിരിക്കുന്നത്. പഞ്ചായത്ത് സ്ഥലം വിട്ട് നൽകിയപ്പോൾ 2019 നല്ല ASന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് അത് വിട്ടുകൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും AS പോയി. പിന്നെ കോഡ് വന്നു. അങ്ങനെയുള്ള വിഷയമെല്ലാം വന്നപ്പോൾ 2021 ശേഷം വീണ്ടും ഇത് പുതുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കും എന്ന് PWD ചുമതലപ്പെടുത്തി. PWD ചുമതലപ്പെടുത്തിയപ്പോൾ PWD നിലവിൽ ഒരു അമ്മയും കുഞ്ഞ് ആശുപത്രി വരുമ്പോൾ ഒരു ഗൈനക്കിൻ്റെ വിഭാഗമാണ് പുതിയതായി തുടങ്ങുന്നത്. പീഡിയാട്രിക് അടക്കമുള്ള വിഭാഗങ്ങൾ തുടങ്ങേണ്ടി വരുമ്പോൾ ആധുനിക സൗകര്യത്തോടു കൂടി ചെയ്യേണ്ടി വരുമ്പോൾ ഒത്തിരി പണം ആവശ്യം വരുന്നുണ്ട്. 30 കോടി രൂപയാണ് അവർ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് നൽകിയത്. നമുക്ക് നേരത്തെ കിട്ടിയ AS പോയി. അത് കഴിഞ്ഞിട്ട് നിലവിൽ AS ഇല്ല. പക്ഷേ AS പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നേരത്തെയുള്ള AS പുതുക്കത്തില്ല. 30 കോടി വന്നപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ 5 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചത്. പക്ഷെ കഴിഞ്ഞ വർഷം അതിൻ്റെ ഭരണാനുമതി ലഭിച്ചിട്ടില്ല. ബാക്കി വരുന്ന 25 കോടി രൂപ എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു ചോദ്യം വരുന്നത് ഇത്തവണയും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെയുള്ള 5 കോടി രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വട്ടക്കണ്ണിപ്പാറയിൽ വാഹനാപകടം, നിരവധി പേർക്ക് പരിക്ക്. തമിഴ്നാട് ചെന്നൈയിൽ നിന്നും മൂന്നാറിലേക്ക് പോവുകയായിരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കടുത്ത പ്രതിസന്ധിയിൽ ഏലം കർഷകർ. മൊത്തക്കച്ചവടക്കാരുടെ ലാഭക്കൊതിയിൽ ചെറുകിട കച്ചവടക്കാർ പലപ്പോഴും കടകൾ അടച്ചിടുന്ന സാഹചര്യമെന്നും വിളവെടുപ്പ് സമയത്ത് വില കുറയ്ക്കാൻ ഗൂഢനീക്കമെന്നും കർഷകരുടെ ആരോപണം. ഓൺലൈൻ മദ്യവിൽപ്പന നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി KCBC ഇടുക്കി രൂപത മദ്യവിരുദ്ധ സമിതി. വീട്ടുപടിക്കൽ ലഹരി എത്തിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും സമിതി കുറ്റപ്പെടുത്തുന്നു. ഏറെ വിവാദങ്ങൾക്കും കോടതി വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയ ചിന്നക്കനാലിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ചിന്നക്കനാലിലെ വിലക്കിൽ പുതിയ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.